ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അനേകം ആളുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. വിജ്ഞാനിയുണ്ട്, പിന്നെ അഭ്യാസം കണ്ടെത്തുന്നവനുണ്ട്, അല്പൻ ഉണ്ട്, വിജ്ഞാനമില്ലാത്തവനുണ്ട്, ദേഷ്യക്കാരനുണ്ട്, കോപക്കാരനുണ്ട്. അങ്ങനെ പല വ്യക്തികൾ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. അഴിമതിക്കാരെ കാണാൻ പറ്റും, സത്യസന്ധരുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പ് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അവരെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതാണ് ചോദ്യം. നമുക്ക് ഇവർ ഏത് ടൈപ്പിലാണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ ഒരു വചനം യേശു ബാറാസയുടെ പുസ്തകം അല്ലെങ്കിൽ സിറാക്കിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുകയാണ്: വിജ്ഞാനിയായ മനുഷ്യൻ വളരെയേറെ പരിശോധിക്കും, അഭിവൃദ്ധി പ്രാപിക്കേണ്ടവൻ എല്ലാം ഗവേഷണം ചെയ്യും, അഭ്യാസമില്ലാത്തവൻ അല്പം മാത്രമാണ് അറിയുന്നത്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് വിജ്ഞാനിയായ മനുഷ്യൻ എന്നറിയോ? അവൻ എല്ലാ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കും. അല്ലെ, വിജ്ഞാനി, സയൻറ്റിസ്റ്റ് അതാണ്. ഇങ്ങനെ പരിശോധന ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കും. ഏത് കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവൻ അതിൻ്റെ സയൻറ്റിഫിക്കായ മെത്തേഡ് നോക്കും, പരിശോധിച്ച് നോക്കും, പുസ്തകങ്ങൾ റെഫർ ചെയ്യും. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അവൻ മനസ്സിലാക്കണം അവൻ വിജ്ഞാനിയായ ഒരു മനുഷ്യനാണ്. പിന്നെ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ചിന്തയുള്ളവൻ അവൻ എപ്പോഴും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അഭിവൃദ്ധി പ്രാപിക്കും, ഉന്നതിയിലെത്തണം. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇലക്ട്രിക് സാധനങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. എൻ്റെ ബ്രദർ അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങൾ കണ്ടുപിടിച്ച് 7-ാം ക്ലാസ്സിൽ ഇലക്ട്രിക് ബെൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇരുമ്പ് സ്റ്റൂളെ ഉണ്ടാക്കി അത് കത്തിപ്പോയി ആകെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. ചെറുപ്രായത്തിൽ 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കും എന്ന് പറഞ്ഞ പോലെ അവൻ ഗവേഷണം ചെയ്തുകൊണ്ട് ഇന്ന് അഭിവൃദ്ധി പ്രാപിക്കുക, അതിനത് വളരണം. ഇങ്ങനെ ചില ആളുകളുണ്ട്. ചിലരുണ്ട് അഭ്യാസമില്ലാത്തവൻ അല്പം മാത്രമാണ്. ചിലരുണ്ട് ഒന്നും അറിയണ്ട, ചുമ്മാ വഴിക്ക് പോകും, ഒന്നും ചെയ്യാതെ, ഒന്നും പഠിക്കാതെ, ഒന്നും അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാതെ, അറിയാതെ പോകുന്ന ചില ആളുകളുണ്ട്. ഇതിലേത് തരത്തിലാണ് ഞാനെന്ന് നീ തിരിച്ചറിയുക. അഭ്യാസിയാണോ അതോ വിജ്ഞാനിയാണോ അത് അല്പനാണോ? തിരിച്ചറിയുക. ഞാൻ എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലൂടെ, എൻ്റെ പ്രവർത്തന രീതിയിലൂടെ നമുക്ക് വേറൊരാൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചില കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരത് അന്വേഷിച്ച് അത് അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മളൊരു പ്രസംഗം നടത്തിയാൽ വേദപുസ്തകത്തിലെ റെഫറൻസ് അവരെടുത്ത് വെച്ച് പറയാം, അത് അങ്ങനെയല്ലല്ലോ അച്ഛാ എന്ന് പറയുന്ന തലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകൾ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പാഷൻ നമുക്കുണ്ടായിരിക്കട്ടെ. അന്വേഷിക്കാനും കണ്ടെത്താനും ഇത് പറഞ്ഞത് ശരിയാണോ, അഭിവൃദ്ധി പ്രാപിക്കാനൊക്കെ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. വചനം അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ തിരിച്ചറിയുക. ഞാൻ ഏത് ഗണത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന്, വ്യക്തിത്വമാണ് എനിക്കുള്ളതെന്ന് കണ്ടെത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയും ശക്തി നൽകട്ടെ. ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.